ഹായ് ഓൾ, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നോ? എങ്ങനെയുണ്ടായിരുന്നു ഈ കഴിഞ്ഞ എക്സാംസ് ഒക്കെ? ഒരുപാട് എക്സാംസിന്റെ റിസൾട്ട് വന്നു. നമ്മളെ കൂട്ടത്തിൽ ആരൊക്കെയാണ് റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ളത്, അതുപോലെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്? ഒരുപാട് എക്സാംസിന്റെ ഷോർട്ട് ലിസ്റ്റ് വന്നു. അതുപോലെ ഈ അടുത്ത് നടന്ന എക്സാംസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം. നമ്മൾ ആ ഒരു എക്സാംസ് ഒക്കെ നോക്കിയ സമയത്ത് കറണ്ട് അഫയേഴ്സിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലായി. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇനി മുതൽ എല്ലാ വീക്കിലെയും കറണ്ട് അഫയേഴ്സ് പഠിച്ചു പോകുന്ന രീതിയിൽ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യാം എന്നൊരു തീരുമാനത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ അതിന്റെ ഭാഗമായി ഈ കഴിഞ്ഞ ഒരാഴ്ച നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആയിട്ട് പത്രമാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഇത് ഈ വീക്ക്ലി നമ്മൾ പഠിച്ചു പോകുമ്പോൾ നമുക്ക് വലിയ ഭാരമില്ലാതെ തന്നെ ഓരോ പോയിന്റ്സ് നമുക്ക് ഓർത്തെടുക്കാനും അതുപോലെ പഠിക്കാനും പറ്റും. മന്ത്ലി നമുക്കൊന്ന് റിവൈസ് ചെയ്യാനും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. പരീക്ഷയോട് അടുപ്പിച്ച് നമ്മളിങ്ങനെ ഓരോ പുസ്തകങ്ങൾ റെഫർ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ പുതിയതായിട്ട് നമ്മൾ കറണ്ട് അഫയേഴ്സ് ഒത്തിരി പഠിക്കേണ്ടി വരുമ്പോഴാണ് നമുക്ക് ഒരുപാട് ടെൻഷൻ ആവും. അപ്പം അതിൻ്റെ ഒന്നും ഒരു ആവശ്യം വരാത്ത രീതിയിൽ നമ്മൾ എല്ലാ ആഴ്ചയും കറക്റ്റായിട്ട് അപ്ഡേറ്റഡ് ആയിട്ട് കറണ്ട് അഫയേഴ്സ് പഠിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ടങ്ങ് ഒഴിവാകും. കറണ്ട് അഫയേഴ്സ് എന്ന ഭാഗത്തിന് ഒരുപാട് മാർക്കും വരുന്നത് കൊണ്ട് നമുക്ക് അവിടെ റിസ്ക് എടുക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഈ ഒരു സെഷൻ നിങ്ങളെ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്ന് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഈ ഒരു കഴിഞ്ഞ ആഴ്ചത്തെ കറണ്ട് അഫയേഴ്സ് ആണ് പ്രധാനമായിട്ടും ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട ജൂലൈ ലാസ്റ്റ് വീക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി മുതൽ നമ്മൾ കൃത്യമായിട്ട് എല്ലാ വീക്കിലെയും ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇതിനു മുൻപും നമ്മൾ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സും തയ്യാറാക്കിയിട്ടുള്ളത്. ചോദ്യോത്തരം എന്ന രീതിയിൽ, അതുപോലെ തന്നെ തന്നിട്ടുള്ള ചോദ്യോത്തരം ഓരോ സെറ്റ് കഴിയുന്തോറും നമ്മളത് റിവൈസ് ചെയ്ത് തന്നെയാണ് നമ്മൾ പഠിച്ചു പോവുക തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: പശ്ചിമ നാവിക കമാൻഡ് മേധാവി ആരാണ്? പശ്ചിമ നാവിക കമാൻഡ് മേധാവിയായി നിയമിതനായത് ആരാണ്? കൃഷ്ണസ്വാമിനാഥനാണ്. കൃഷ്ണസ്വാമിനാഥൻ. നാവികസേനയുടെ പശ്ചിമ മേഖലാ കമാൻഡ് മേധാവിയായി നിയമിതനായത് കർണാടക സ്വദേശിയായ വൈസ് അഡ്മിറൽ കൃഷ്ണസ്വാമിനാഥനാണ്. വൈസ് അഡ്മിറൽ കൃഷ്ണസ്വാമിനാഥനാണ്. അടുത്തത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2023. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം ഈ അടുത്തിടെയാണ് പ്രഖ്യാപിച്ചത്. 2023 ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിന്റെ മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് സുദീപ് തോസൻ ആണ്. സുദീപ് തോസൻ ആണ്. ഏതാണ് ചിത്രം? ദി കേരള സ്റ്റോറി എന്നതാണ്. ദി കേരള സ്റ്റോറി എന്ന ചിത്രത്തിനാണ് സുദീപ് തോസന് മികച്ച സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത്. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണെന്ന് ഓർക്കുക. 2023 ദേശീയ ചലച്ചിത്ര പുരസ്കാരം. 2023 ദേശീയ ചലച്ചിത്ര പുരസ്കാരം മികച്ച നടൻ 2 പേർക്കാണ് ലഭിച്ചിട്ടുള്ളത്. ഷാരൂഖ് ഖാനും വിക്രാന്ത് മേസിയും. ഷാരൂഖ് ഖാന് ജവാൻ എന്ന ചിത്രത്തിനാണ് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത്. വിക്രാന്ത് മേസി 12th ഫെയിൽ എന്ന ചിത്രത്തിനാണ്. ജവാൻ എന്ന ചിത്രത്തിന് ഷാരൂഖ് ഖാനും 12th ഫെയിൽ എന്ന ചിത്രത്തിന് വിക്രാന്ത് മേസിക്കുമാണ് മികച്ച നടൻ എന്ന പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം മികച്ച നടൻ ഷാരൂഖ് ഖാൻ, വിക്രാന്ത് മേസി. മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് റാണി മുഖർജിക്കാണ്. റാണി മുഖർജി. മിസ്സിസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന ചിത്രത്തിനാണ് മികച്ച നടിക്കുള്ള പുരസ്കാരം റാണി മുഖർജിക്ക് ലഭിക്കുന്നത്. മികച്ച സഹനടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് ഉർവശിക്കാണ്. ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിന് ഉർവശിക്കാണ് മികച്ച സഹനടി എന്ന പുരസ്കാരം ലഭിക്കുന്നത്. അതുപോലെ മികച്ച സഹനടനുള്ള പുരസ്കാരം ലഭിക്കുന്നത് വിജയരാഘവന് പൂക്കാലം എന്ന ചിത്രത്തിനാണ്. പൂക്കാലം എന്ന ചിത്രത്തിനാണ് വിജയരാഘവന് മികച്ച സഹനടൻ എന്ന പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. മികച്ച മലയാള ചിത്രം എന്ന പുരസ്കാരം നേടിയത് ഉള്ളൊഴുക്ക് എന്ന ചിത്രമാണ്. ഉള്ളൊഴുക്കിന്റെ സംവിധായകൻ ആരാണ്? ക്രിസ്റ്റോ ടോമിയാണ്. ക്രിസ്റ്റോ ടോമി. മികച്ച മലയാള ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയ ചിത്രമാണ് ഉള്ളൊഴുക്ക്. സംവിധാനം ക്രിസ്റ്റോ ടോമിയാണ്. മികച്ച സഹനടനുള്ള പുരസ്കാരം ലഭിച്ചത് വിജയരാഘവൻ. പൂക്കാലം എന്ന ചിത്രത്തിന് മികച്ച സഹനടി ഉർവശി. ഉള്ളൊഴുക്ക്. അപ്പൊ ഇത്രയും ഒന്ന് റിവൈസ് ചെയ്യാം.
നാവികസേനയുടെ പശ്ചിമ മേഖല കമാൻഡന്റ് മേധാവിയായിട്ട് നിയമിതനായത്, ഈ അടുത്തിടെ നിയമിതനായത് കർണാടക സ്വദേശിയായിട്ടുള്ള കൃഷ്ണ സ്വാമിനാഥനാണ്. കൃഷ്ണ സ്വാമിനാഥൻ. ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2023 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണ്. മികച്ച സംവിധായകൻ സുദീപ് തോസൻ. ചിത്രം ഏതാണ്? ദി കേരള സ്റ്റോറി. ദി കേരള സ്റ്റോറി. മികച്ച നടൻ ഷാരൂഖ് ഖാൻ ആണ്. ചിത്രം ജവാൻ. മികച്ച നടൻ 2 പേരാണ് പങ്കിട്ടിട്ടുള്ളത്. വിക്രാന്ത് മേസിയാണ് രണ്ടാമത്തെ ആള്. 12th ഫെയിൽ എന്ന ചിത്രത്തിനാണ്. മികച്ച നടി റാണി മുഖർജിയാണ്. റാണി മുഖർജി. ചിത്രം ഏതാണ്? മിസ്സിസ് ചാറ്റർജി വേഴ്സസ് നോർവേ. മികച്ച സഹനടി ഉർവശി. ചിത്രം ഉള്ളൊഴുക്ക്. മികച്ച സഹനടൻ വിജയരാഘവൻ. ചിത്രം പൂക്കാലം. മികച്ച മലയാള ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്? ഉള്ളൊഴുക്ക് എന്ന ചിത്രമാണ്. സംവിധായകൻ ആരാണ്? ക്രിസ്റ്റോ ടോമിയാണ്. ക്രിസ്റ്റോ ടോമി. മികച്ച മലയാള ചിത്രം ഉള്ളൊഴുക്ക്. സംവിധാനം ക്രിസ്റ്റോ ടോമി. അടുത്തത് ഓഗസ്റ്റ് 2 ലോക ആംഗ്ലോ ഇന്ത്യൻ ദിനവും ദേശീയ കടുക് ദിനവുമാണ്. ദേശീയ കടുക് ദിനം എന്നാണ് ഓഗസ്റ്റ് 2. അതുപോലെ ലോക ആംഗ്ലോ ഇന്ത്യൻ ദിനം എന്ന് ചോദിച്ചാലും ഉത്തരം ഓഗസ്റ്റ് 2. ലോക ആംഗ്ലോ ഇന്ത്യൻ ദിനം, ദേശീയ കടുക് ദിനം എന്നിവ ഓഗസ്റ്റ് 2. 2025 യുനെസ്കോ സാഹിത്യ നഗരം അവാർഡ് ലഭിച്ചത് ആർക്കാണ്? സാറാ ജോസഫിനാണ്. സാറാ ജോസഫിന്. സാഹിത്യ നഗര ദിനാഘോഷത്തോടനുബന്ധിച്ച് കോഴിക്കോട് കോർപ്പറേഷൻ നൽകുന്ന സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരമാണ് ഈ ഒരു പുരസ്കാരം. അത് ലഭിച്ചിട്ടുള്ളത് സാറാ ജോസഫിനാണ്. സാറാ ജോസഫിനാണ്. ഈ ഒരു പുരസ്കാര തുക എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയാണ്. 1 ലക്ഷം രൂപ സമ്മാന തുകയായിട്ട് ലഭിക്കുന്ന ഈ ഒരു പുരസ്കാരം 2025 ലഭിച്ചിട്ടുള്ളത് സാറാ ജോസഫിനാണ്. ഇതേ പുരസ്കാരത്തിന്റെ തന്നെ ബാലസാഹിത്യത്തിനുള്ള അവാർഡ് ലഭിച്ചിട്ടുള്ളത് സന്തോഷ് എച്ചിക്കാനത്തിന്റെ മിസാറു എന്ന കവിതയ്ക്കാണ് കേട്ടോ. ബാലസാഹിത്യത്തിനുള്ള അവാർഡ് ലഭിച്ചിട്ടുള്ളത് സന്തോഷ് എച്ചിക്കാനത്തിന്റെ മിസാറു എന്ന കവിതയ്ക്കാണ്. ബാലസാഹിത്യത്തിനുള്ള പുരസ്കാരമാണ് മിസാറുവിന് ലഭിച്ചിട്ടുള്ളത്. സാറാ ജോസഫിൻ്റെത് സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരമാണ് കേട്ടോ. 2025 സാഹിത്യ നഗര ദിനാഘോഷത്തോടനുബന്ധിച്ചുകൊണ്ട് കോഴിക്കോട് കോർപ്പറേഷൻ നൽകുന്ന യുനെസ്കോ സാഹിത്യ നഗരം അവാർഡാണ് സാറാ ജോസഫിന് ലഭിച്ചിട്ടുള്ളത്. ബാലസാഹിത്യത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് മിസാറു എന്ന കവിതയ്ക്ക് സന്തോഷ് ഏച്ചിക്കാനത്തിനാണ്. ഇനി പ്രഥമ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള പുരസ്കാരം അവാർഡ് അതാർക്കാണ് ലഭിച്ചത്? പ്രഥമ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള അവാർഡ് PN ഗോപികൃഷ്ണന് ലഭിച്ചു. കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെ സ്മാരക ഗ്രാമീണ വായനശാല ഏർപ്പെടുത്തിയ പുരസ്കാരമാണിത്. പ്രഥമ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സ്മാരക സാഹിത്യ അവാർഡ്. 50,000 രൂപയാണ് അവാർഡ് തുകയായിട്ട് PN ഗോപികൃഷ്ണന് ലഭിക്കുന്നത്. ഇത് നേടിക്കൊടുത്ത ഈ ഒരു അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ കഥ എന്നത്. ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ കഥ. പ്രഥമ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള അവാർഡ് ലഭിച്ചത് PN ഗോപികൃഷ്ണനാണ്. കൃതി ഏതാണ്? ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ കഥ. ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ കഥ എന്നതാണ്. അടുത്തത് ആരുടേതാണ് 107 ഡേയ്സ് എന്ന ഓർമ്മക്കുറിപ്പ്? 107 ഡേയ്സ് എന്ന ഓർമ്മക്കുറിപ്പ് കമല ഹാരിസിൻ്റെതാണ്. 107 ഡേയ്സ് എന്നത് ഒരു ഓർമ്മക്കുറിപ്പാണ്. ഇത് കമല ഹാരിസിൻ്റെതാണ്. ഈ കഴിഞ്ഞ US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം നേരിട്ടിട്ടുള്ള പരാജയത്തെ തുടർന്നുണ്ടായിട്ടുള്ളതാണ് ഈ ഒരു ഓർമ്മക്കുറിപ്പ്. ഈ ഒരു പ്രചാരണത്തിനായിട്ട് ഡൊണാൾഡ് ട്രംപിനെതിരെ മത്സര രംഗത്തുണ്ടായിരുന്ന കമല ഹാരിസ് അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ കാലമായിട്ടുള്ള 107 ദിവസങ്ങളുടെ ഒരു ഓർമ്മക്കുറിപ്പ് എന്നതാണ് ഈ ഒരു 107 ഡേയ്സ് എന്ന പേരിൽ ഓർമ്മക്കുറിപ്പായിട്ട് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ 107 ഡേയ്സ് എന്ന ഓർമ്മക്കുറിപ്പ് ആരുടേതാണ്? കമല ഹാരിസിൻ്റെതാണ്. 107 ഡേയ്സ് എന്ന ഓർമ്മക്കുറിപ്പ് കമല ഹാരിസ്. മൃത്യുഞ്ജയം കാവ്യജീവിതം ആരുടെ രചനയാണ്? മൃത്യുഞ്ജയം കാവ്യജീവിതം എന്നത് ആരുടെ രചനയാണ് എന്നതാണ് ചോദ്യം. പ്രൊഫസർ MK സാനു. പ്രൊഫസർ MK സാനു മാഷിൻ്റെതാണ് ഈ ഒരു രചന. അദ്ദേഹം ഈ അടുത്തിടെയാണ് അന്തരിച്ചത്. നമ്മൾ ന്യൂസിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു
അപ്പോൾ പ്രൊഫസർ MK സാനുമാഷിൻ്റെതാണ് മൃത്യുഞ്ജയം കാവ്യജീവിതം എന്ന രചന. അതുകൂടാതെ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ കൃതിയാണ്, നമ്മൾ കേട്ടിട്ടുണ്ടാവും, ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയെ പറ്റിയുള്ള നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം. നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം എന്നത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയെ കുറിച്ച് MK സാനുമാഷ് എഴുതിയിട്ടുള്ള കൃതിയാണ്. അതുപോലെ തന്നെ കുമാരനാശാനെ കുറിച്ചുള്ളതാണ് മൃത്യുഞ്ജയം കാവ്യജീവിതം എന്നത്. മൃത്യുഞ്ജയം കാവ്യജീവിതം എന്ന രചന കുമാരനാശാനെ കുറിച്ച് പ്രൊഫസർ MK സാനുമാഷ് രചിച്ചിട്ടുള്ളതാണ്. ഇദ്ദേഹത്തിന്റെ മറ്റ് പ്രധാനപ്പെട്ട കൃതികളാണ് ഇരുളും വെളിച്ചവും, രാജവീഥി, ചുവരിലെ ചിത്രങ്ങൾ, പ്രഭാത ദർശനം, ബഷീർ ഏകാന്ത വീഥിയിലെ അവധൂതൻ. ഇത് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, അവധൂതൻ ശരിയായിട്ട് എങ്ങനെ എഴുതാമെന്ന് മലയാളത്തിലൊക്കെ ചോദിക്കാറുള്ളതാണ്. ബഷീർ ഏകാന്ത, അസ്തമിക്കാത്ത വെളിച്ചം, നാരായണ ഗുരുസ്വാമി, സഹോദരൻ K അയ്യപ്പൻ, മണ്ണിന് മണ്ണിന്റെ ഗുണം, 5 ശാസ്ത്ര നായകർ, അയ്യപ്പ പണിക്കർ നിഷേധത്തിന്റെ ചാരുരൂപം, താഴ്വരയിലെ സന്ധ്യ, കാവ്യതത്വപ്രവേശിക, കാവ്യജീവിതം എന്നതാണ് ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. ഇരുളും വെളിച്ചവും, രാജവീഥി, ചുവരിലെ ചിത്രങ്ങൾ, പ്രഭാത ദർശനം, ബഷീർ ഏകാന്തവീഥിയിലെ അവധൂതൻ, ചക്രവാളം, അസ്തമിക്കാത്ത വെളിച്ചം, നാരായണ ഗുരുസ്വാമി, സഹോദരൻ K അയ്യപ്പൻ, മണ്ണിന് മണ്ണിന്റെ ഗുണം, 5 ശാസ്ത്ര നായകർ, അയ്യപ്പ പണിക്കർ നിഷേധത്തിന്റെ ചാരുരൂപം, താഴ്വരയിലെ സന്ധ്യ, കാവ്യതത്വപ്രവേശിക, കാവ്യതത്വപ്രവേശിക, ഓക്കെ, കാവ്യജീവിതം. ഇത്രയുമാണ് ഇദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ കൃതികൾ എന്ന് പറയുന്നത്. അതുപോലെ കർമ്മഗതി എന്ന പേരിൽ ആത്മകഥയും MK സാനുമാഷ് രചിച്ചിട്ടുണ്ട്. കർമ്മഗതി എന്ന പേരിൽ ആത്മകഥയും എഴുതിയിട്ടുണ്ട്. കുങ്കുമം, വിവേകോദയം എന്നീ മാസികകളുടെ പത്രാധിപരുമായിരുന്നു ഇദ്ദേഹം കേട്ടോ. കുങ്കുമം, വിവേകോദയം എന്നീ മാസികകളുടെ പത്രാധിപരുമായിരുന്നു MK സാനു. ഓക്കെ, അപ്പൊ ഇത്രയും കൃതികളൊന്ന് നോട്ട് ചെയ്യുക. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഇത്രയെങ്കിലും കൃതികൾ പഠിച്ചിരിക്കേണ്ടതാണ്. ഓക്കെ, അടുത്തത്, അപ്പൊ അടുത്തതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് റിവൈസ് ചെയ്യാം അല്ലെ. ഓക്കെ, ഓഗസ്റ്റ് 2 ലോക ആംഗ്ലോ ഇന്ത്യൻ ദിനം. ലോക ആംഗ്ലോ ഇന്ത്യൻ ദിനം ഓഗസ്റ്റ് 2-നാണ്. ദേശീയ കടുകു ദിനം ഓഗസ്റ്റ് 2. ദേശീയ കടുകു ദിനവും ലോക ആംഗ്ലോ ഇന്ത്യൻ ദിനവും ഓഗസ്റ്റ് 2-നാണ്. നമ്മൾ പഠിച്ചു. ഓക്കെ, 2025 യുനെസ്കോ സാഹിത്യ നഗരം അവാർഡ് ലഭിച്ചത് സാറ ജോസഫിനാണ്. ബാലസാഹിത്യത്തിനുള്ള അവാർഡ് ലഭിച്ചത് സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ മിസാറു എന്ന കവിതയ്ക്കാണ്. പ്രഥമ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള അവാർഡ് ലഭിച്ചിട്ടുള്ളത് PN ഗോപികൃഷ്ണൻ. കൃതി ഏതാണ്? ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ കഥ. ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ കഥ. പ്രഥമ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള പുരസ്കാരമാണിത്. ഓക്കെ, ഇനി ആരുടേതാണ് 107 ഡേയ്സ് എന്ന ഓർമ്മക്കുറിപ്പ്, 107 ദിനങ്ങൾ എന്ന ഓർമ്മക്കുറിപ്പ്? കമല ഹാരിസിന്റേതാണ്. കമല ഹാരിസ്. മൃത്യുഞ്ജയം കാവ്യജീവിതം എന്നത് ആരുടെ രചനയാണ്? പ്രൊഫസർ MK സാനു. മൃത്യുഞ്ജയം കാവ്യജീവിതം എന്നത് കുമാരനാശാനെ കുറിച്ചുള്ള രചനയാണ്. അതുപോലെ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയെ പറ്റിയുള്ള രചനയാണ് നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട മറ്റ് കൃതികളാണ് ഇരുളും വെളിച്ചവും. പ്രൊഫസർ MK സാനുമാഷിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ഇരുളും വെളിച്ചവും, രാജവീഥി, ചുവരിലെ ചിത്രങ്ങൾ, പ്രഭാത ദർശനം, ബഷീർ ഏകാന്ത വീഥിയിലെ അവധൂതൻ, ചക്രവാളം, അസ്തമിക്കാത്ത വെളിച്ചം, നാരായണ ഗുരുസ്വാമി, സഹോദരൻ അയ്യപ്പൻ, മണ്ണിന് മണ്ണിന്റെ ഗുണം, 5 ശാസ്ത്ര നായകർ, അയ്യപ്പ പണിക്കർ നിഷേധത്തിന്റെ ചാരുരൂപം, താഴ്വരയിലെ സന്ധ്യ, കാവ്യതത്വപ്രവേശിക, കാവ്യ ജീവിതം എന്നത്. കർമ്മഗതി അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. ഓക്കെ, അടുത്ത സെറ്റ് ചോദ്യങ്ങളിലേക്ക് പോവാണ്. 2025 ജൂലൈയിൽ വിക്ഷേപിച്ച് വിജയം കൈവരിച്ച ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈൽ ഏതാണ്? ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലാണ് പ്രളയ് എന്നത്. പ്രളയ് 2025 ജൂലൈയിൽ വിക്ഷേപിച്ച് വിജയം കൈവരിച്ചതാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പ്രളയ് എന്ന ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈൽ. ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലാണ് പ്രളയ്.
2025 ഓഗസ്റ്റിൽ കരസേന ഉപമേധാവിയായി ചുമതലയേൽക്കുന്നത് ആരാണ്? 2025 കരസേന ഉപമേധാവിയായി ചുമതലയേൽക്കുന്നത് ലഫ്റ്റനന്റ് ജനറൽ പുഷ്പേന്ദ്ര സിംഗ് ആണ്. ലഫ്റ്റനന്റ് ജനറൽ പുഷ്പേന്ദ്ര സിംഗ്. 2025 ജൂലൈയിൽ SSB ഡയറക്ടർ ജനറലായി നിയമിതനായതാണ് ആരാണ്? SSB ഡയറക്ടർ ജനറലായി നിയമിതനായത് സഞ്ജയ് സിംഗാൾ ആണ്. സഞ്ജയ് സിംഗാൾ 2025 ജൂലൈയിൽ SSB ഡയറക്ടർ ജനറലായി നിയമിതനായത് സഞ്ജയ് സിംഗാൾ. അടുത്തത് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം എന്നാണ്. ജൂലൈ 28 ജൂലൈ 28 ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. 2025 ലോക ഹെപ്പറ്റൈറ്റിസ് ദിനത്തിന്റെ പ്രമേയമാണ് ഹെപ്പറ്റൈറ്റിസ് ലെറ്റ്സ് ബ്രേക്ക് ഇറ്റ് ഡൗൺ. ഹെപ്പറ്റൈറ്റിസ് ലെറ്റ്സ് ബ്രേക്ക് ഇറ്റ് ഡൗൺ എന്നതാണ് 2025 ലോക ഹെപ്പറ്റൈറ്റിസ് ദിനത്തിന്റെ പ്രമേയം. എന്നാണ് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം? ജൂലൈ 28 ജൂലൈ 28 ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. 2025 ലോക ഹെപ്പറ്റൈറ്റിസ് ദിനത്തിന്റെ പ്രമേയമാണ് ഹെപ്പറ്റൈറ്റിസ് ലെറ്റ്സ് ബ്രേക്ക് ഇറ്റ് ഡൗൺ എന്നത്. ലെറ്റ്സ് ബ്രേക്ക് ഇറ്റ് ഡൗൺ എന്നതാണ് 2025 പ്രമേയമായിട്ട് വരുന്നത്. ഓക്കെ. ഡോക്ടർ MS സ്വാമിനാഥനെ ആദരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ജന്മദിനം സുസ്ഥിര കാർഷിക ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ഡോക്ടർ MS സ്വാമിനാഥനെ ആദരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ജന്മദിനം സുസ്ഥിര കാർഷിക ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്ര. ഓക്കെ, ഇതൊന്ന് റിവൈസ് ചെയ്യാം. 2025 ജൂലൈയിൽ വിക്ഷേപിച്ച് വിജയം കൈവരിച്ച ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈൽ ഏതാണ്? പ്രളയ് എന്നതാണ്. പ്രളയ്. 2025 ഓഗസ്റ്റിൽ കരസേന ഉപമേധാവിയായി ചുമതലയേൽക്കുന്നത് ലഫ്റ്റനന്റ് ജനറൽ പുഷ്പേന്ദ്ര സിംഗ് ആണ്. ലഫ്റ്റനന്റ് ജനറൽ പുഷ്പേന്ദ്ര സിംഗ് കരസേന ഉപമേധാവിയാണ് കേട്ടോ. കരസേന. 2025 ജൂലൈയിൽ SSB ഡയറക്ടർ ജനറലായി നിയമിതനായത് 2025 SSB ഡയറക്ടർ ജനറലായിട്ട് നിയമിതനായത് സഞ്ജയ് സിംഗാൾ ആണ്. ജൂലൈ 28 ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമാണ്. ജൂലൈ 28 ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. 2025 പ്രമേയമാണ് ഹെപ്പറ്റൈറ്റിസ് ലെറ്റ്സ് ബ്രേക്ക് ഇറ്റ് ഡൗൺ എന്നത്. ഡോക്ടർ MS സ്വാമിനാഥനെ ആദരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ജന്മദിനം സുസ്ഥിര കാർഷിക ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ്. സുസ്ഥിര കാർഷിക ദിനമായിട്ട് MS സ്വാമിനാഥന്റെ ജന്മദിനം ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം മഹാരാഷ്ട്ര. ഓക്കെ. അടുത്തത് ദോഷകരമായ ഓൺലൈൻ കണ്ടന്റുകളിൽ നിന്ന് സംരക്ഷണം നൽകുന്നതിനായിട്ട് 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് യൂട്യൂബ് നിരോധിച്ച രാജ്യമാണ് ഓസ്ട്രേലിയ. ദോഷകരമായ ഓൺലൈൻ കണ്ടന്റുകളിൽ നിന്ന് കുട്ടികൾക്ക് സംരക്ഷണം നൽകുന്നതിനായിട്ട് 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സംരക്ഷണം നൽകുന്നതിനായിട്ട് യൂട്യൂബ് നിരോധിച്ച രാജ്യം. 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് യൂട്യൂബ് നിരോധിച്ച രാജ്യമാണ് ഓസ്ട്രേലിയ. അടുത്തിടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 25% ഇറക്കുമതി തീരുവ ചുമത്തിയ രാജ്യമാണ് US. അടുത്തിടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 25% ഇറക്കുമതി തീരുവ ചുമത്തിയ രാജ്യമാണ് US. 2025 ജൂലൈ റിപ്പോർട്ട് അനുസരിച്ച് ICC ബാറ്റിംഗ് റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്ത് എത്തിയത് ആരാണ്? അഭിഷേക് ശർമ്മയാണ്. അഭിഷേക് ശർമ്മ 2025 ജൂലൈയിലെ റിപ്പോർട്ട് അനുസരിച്ച് ICC ബാറ്റിംഗ് റാങ്കിൽ 1-ാം സ്ഥാനത്തെത്തിയത് അഭിഷേക് ശർമ്മയാണ്. VSSCയുടെ ഏറ്റവും പുതിയ ഡയറക്ടറായി നിയമിതനായത് VSSC ആണ് കേട്ടോ. VSSCയുടെ ഏറ്റവും പുതിയ ഡയറക്ടറായി നിയമിതനായത് ഡോക്ടർ A രാജരാജൻ ആണ് VSSCയുടെ ഏറ്റവും പുതിയ ഡയറക്ടറായി നിയമിതനായത്. VSSCയുടെ ഡയറക്ടർ ഡോക്ടർ A രാജരാജൻ. കരസേനയുടെ ദക്ഷിണ മേഖല മേധാവി ആരാണ്? കരസേനയുടെ ദക്ഷിണ മേഖല മേധാവിയാണ്. കരസേനയുടെ ദക്ഷിണ മേഖല മേധാവിയാണ് ലഫ്റ്റനന്റ് ജനറൽ ശ്രീഹരി. ലഫ്റ്റനന്റ് ജനറൽ ശ്രീഹരിയാണ് കരസേനയുടെ ദക്ഷിണ മേഖല മേധാവി.
സ്കൂൾ വളപ്പിൽ വിദ്യാർത്ഥികൾക്ക് ലഘുഭക്ഷണവും ഊണും ലഭ്യമാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയുടെ പേര് എന്താണ് എന്നതാണ് അടുത്ത ചോദ്യം. കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്കൂൾ വളപ്പിൽ വിദ്യാർത്ഥികൾക്ക് ലഘുഭക്ഷണവും ഊണും ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സ്കൂഫേ എന്നത്. സ്കൂഫേ സ്കൂൾ വിദ്യാർത്ഥികൾക്കായിട്ടുള്ള പദ്ധതിയാണ്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ സ്കൂഫേ പദ്ധതി വഴി കുട്ടികൾക്കായിട്ടുള്ള ഭക്ഷണം എന്നതിന് പുറമെ കുട്ടികൾക്ക് അത്യാവശ്യമായിട്ടുള്ള പേന, പെൻസിൽ, നോട്ട് ബുക്കുകൾ തുടങ്ങിയവയൊക്കെ സ്കൂഫേ പദ്ധതിയിലൂടെ കുടുംബശ്രീ നൽകുന്നുണ്ട്. ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ഗുണനിലവാരമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ അതുപോലെ ആവശ്യങ്ങൾ നിറവേറ്റുക എന്നതിന് പുറമെ കുട്ടികൾ അനാവശ്യമായിട്ട് സ്കൂൾ കോമ്പൗണ്ട് വിട്ട് പുറത്തു പോകുന്ന ശീലം ഒഴിവാക്കുക എന്നതാണ്. ഈ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് കുടുംബശ്രീ സ്കൂഫേ പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. അവർ 3 ഘട്ടമായിട്ടൊക്കെയാണ് ഈ ഒരു പദ്ധതി സ്കൂളുകളിലേക്ക് കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പൊ സ്കൂൾ വളപ്പിൽ വിദ്യാർത്ഥികൾക്ക് ലഘു ഭക്ഷണവും ഊണും ലഭ്യമാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് സ്കൂഫേ എന്നത്. സ്കൂഫേ പദ്ധതി. ഓക്കെ, ഇനി എന്താണ് സീറോ ഫുഡ് മാർക്സ് പദ്ധതി? സീറോ ഫുഡ് മാർക്ക് പദ്ധതി എന്നത് ഉപയോഗശേഷം വലിച്ചെറിയുന്നതിന് പകരം ചെരുപ്പുകൾ ശേഖരിച്ച് ഉത്തരവാദിത്വത്തോടുകൂടി സംസ്കരിക്കുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പദ്ധതിയാണ് സീറോ ഫുഡ് മാർക്ക് പദ്ധതി എന്നത്. സീറോ ഫുഡ് മാർക്ക് പദ്ധതി എന്നത് ഉപയോഗശേഷം വലിച്ചെറിയുന്നതിന് പകരം ചെരുപ്പുകളെല്ലാം ശേഖരിച്ച് ഉത്തരവാദിത്വത്തോടുകൂടി സംസ്കരിക്കുന്നതിനായിട്ടുള്ള ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പദ്ധതിയാണ് സീറോ ഫുഡ് മാർക്സ് പദ്ധതി എന്നത്. ഇത് VKCയും സംസ്ഥാന സർക്കാരിന്റെ ശുചിത്വ മിഷനുമായി സഹകരിച്ചിട്ടാണ് ഈ ഒരു പദ്ധതി തുടക്കം കുറിച്ചിട്ടുള്ളത്. ഓക്കെ, 2025 ഓഗസ്റ്റിൽ സീനിയർ പുരുഷ ഫുട്ബോൾ നാഷണൽ ടീമിന്റെ മുഖ്യ പരിശീലകനായി നിയമിതനായത് ആരാണ്? ഖാലിദ് ജാമീലാണ്. ഖാലിദ് ജാമീൽ 2025 ഓഗസ്റ്റില് സീനിയർ പുരുഷ ഫുട്ബോൾ നാഷണൽ ടീമിന്റെ മുഖ്യ പരിശീലകനായിട്ട് നിയമിതനായത് ഖാലിദ് ജാമീലാണ്. ഖാലിദ് ജാമീൽ. അടുത്തിടെ കർണാടകയിൽ കണ്ടെത്തിയ പുതിയ തരം ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? നമ്മൾ കേട്ടു ഈ അടുത്തിടെ ഒരു പുതിയ തരം ബ്ലഡ് ഗ്രൂപ്പ് കണ്ടെത്തി. അതിന്റെ പേര് എന്താണ് എന്നാണ് ചോദ്യം. ക്രിബ് എന്നതാണ് കേട്ടോ. ക്രിബ്, ക്രോമസോം റീജിയൻ ഐഡന്റിഫൈഡ് ആസ് ബ്ലഡ് ഗ്രൂപ്പ് എന്നതാണ് ക്രിബ് എന്നതിന്റെ പൂർണ്ണ രൂപമായിട്ട് പറയുന്നത്. ക്രോമസോം റീജിയൻ ഐഡന്റിഫൈഡ് ആസ് ബ്ലഡ് ഗ്രൂപ്പാണ് ക്രിബ്. അടുത്തിടെ കർണാടകയിൽ കണ്ടെത്തിയ പുതിയ തരം ബ്ലഡ് ഗ്രൂപ്പാണ് ഏത്? ക്രിബ് എന്നതാണ്. ക്രിബ്. 2025 ചട്ടമ്പി സ്വാമി ജയന്തി പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? 2025 ചട്ടമ്പി സ്വാമി ജയന്തി പുരസ്കാരത്തിന് അർഹനായത് ഗോകുലം ഗോപാലൻ. MT വാസുദേവൻ നായരുടെ ജീവചരിത്രത്തിന്റെ രചയിതാവ് ആരാണ്? K. ശ്രീകുമാർ. MT വാസുദേവൻ നായരുടെ ജീവചരിത്രത്തിന്റെ രചയിതാവ് K. ശ്രീകുമാർ. ഓക്കെ, അപ്പൊ നമുക്കതൊന്ന് റിവൈസ് ചെയ്യാം. ദോഷകരമായ ഓൺലൈൻ കണ്ടന്റുകളിൽ നിന്ന് സംരക്ഷണം നൽകുന്നതിനായി 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് യൂട്യൂബ് നിരോധിച്ച രാജ്യം ഏതാണ്? ഓസ്ട്രേലിയ. അടുത്തിടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 25% ഇറക്കുമതി തീരുവ ചുമത്തിയ രാജ്യം ഏതാണ്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, US ആണ്. 2025 ജൂലൈയിലെ റിപ്പോർട്ട് അനുസരിച്ച് ICC ബാറ്റിംഗ് റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്ത് എത്തിയത് അഭിഷേക് ശർമ്മയാണ്. VSSCയുടെ ഏറ്റവും പുതിയ ഡയറക്ടറായി നിയമിതനായത് ഡോക്ടർ A. രാജരാജൻ. VSSCയുടെ ഡയറക്ടർ ഡോക്ടർ A. രാജരാജൻ. കരസേനയുടെ ദക്ഷിണ മേഖല മേധാവിയായി നിയമിതനായത് ലഫ്റ്റനന്റ് ജനറൽ V. ശ്രീഹരി. സ്കൂൾ വളപ്പിൽ വിദ്യാർത്ഥികൾക്ക് ലഘുഭക്ഷണവും ഊണും ലഭ്യമാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതി ഏതാണ്? സ്കൂഫേ പദ്ധതി. എന്താണ് സീറോ ഫുഡ് മാർക്സ് പദ്ധതി? ഉപയോഗശേഷം വലിച്ചെറിയുന്നതിന് പകരം ചെരുപ്പുകൾ ശേഖരിച്ച് ഉത്തരവാദിത്വത്തോടുകൂടി സംസ്കരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പദ്ധതിയുടെ പേരാണ് സീറോ ഫുഡ് മാർക്സ് പദ്ധതി. 2025 ഓഗസ്റ്റിൽ സീനിയർ പുരുഷ ഫുട്ബോൾ നാഷണൽ ടീമിന്റെ മുഖ്യ പരിശീലകനായി നിയമിതനായത് ഖാലിദ് ജാമീൽ. അടുത്തിടെ കർണാടകയിൽ കണ്ടെത്തിയ ഏറ്റവും പുതിയ തരം ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? ക്രിബ് എന്നതാണ് ഏറ്റവും പുതിയ ബ്ലഡ് ഗ്രൂപ്പ്. 2025 ചട്ടമ്പി സ്വാമി ജയന്തി പുരസ്കാരത്തിന് അർഹനായത് ഗോകുലം ഗോപാലൻ.
MT വാസുദേവൻ നായരുടെ ജീവചരിത്രത്തിന്റെ രചയിതാവ് കെ ശ്രീകുമാറാണ്. കെ ശ്രീകുമാർ. അടുത്തത്, പ്രതിരോധ ഉദ്യോഗസ്ഥർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും സമഗ്രമായ നിയമസഹായം നൽകുന്നതിനായി നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റി ആരംഭിച്ചിട്ടുള്ള പദ്ധതിയുടെ പേരാണ് വീർ പരിവാർ സഹായത യോജന. വീർ പരിവാർ സഹായത യോജന. പ്രതിരോധ ഉദ്യോഗസ്ഥർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും സമഗ്രമായ നിയമസഹായം നൽകുന്നതിനായിട്ട് നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റി ആരംഭിച്ച പദ്ധതിയാണ് വീർ പരിവാർ സഹായത യോജന. വീർ പരിവാർ സഹായത യോജന. 2025 ബുക്ക് ബ്രഹ്മ സാഹിത്യ പുരസ്കാരം നേടിയത് KR മീര. ബുക്ക് ബ്രഹ്മ സാഹിത്യ പുരസ്കാരം നേടിയത് KR മീരയാണ്. 2025 പുരസ്കാരമാണ് ബുക്ക് ബ്രഹ്മ സാഹിത്യ പുരസ്കാരം KR മീരയ്ക്കാണ് ലഭിച്ചിട്ടുള്ളത്. 2025 മാറ്റിഡോഗൻ പുരസ്കാരത്തിന് അർഹയായ ആദ്യ ഇന്ത്യക്കാരിയാണ് KG സന്ധ്യ. KG സന്ധ്യ. അടുത്തിടെ ഇലോൺ മസ്ക് പ്രഖ്യാപിച്ച ശിശു സൗഹൃദ AI ബോട്ട് ഏതാണ്? അടുത്തിടെ ഇലോൺ മസ്ക് പ്രഖ്യാപിച്ച ശിശു സൗഹൃദ AI ബോട്ടാണ് ബേബി ഗ്രോക്ക് എന്നത്. ബേബി ഗ്രോക്ക്. ബേബി ഗ്രോക്ക് ശിശു സൗഹൃദ AI ബോട്ടാണ്. ഇലോൺ മസ്ക് പ്രഖ്യാപിച്ചതാണ്. ശിശു സൗഹൃദ AI ബോട്ട് ഏതാണ്? ബേബി ഗ്രോക്ക് ആണ്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം കടുവ സാന്ദ്രതയിൽ 3ാം സ്ഥാനത്തുള്ള ടൈഗർ റിസർവ് ഏതാണ്? കാസിരംഗ ടൈഗർ റിസർവ് ആണ്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം കടുവ സാന്ദ്രതയിൽ 3ാം സ്ഥാനത്തുള്ള ടൈഗർ റിസർവ് ആണ് കാസിരംഗ ടൈഗർ റിസർവ്. കാസിരംഗ ടൈഗർ റിസർവ്. ഇന്ത്യൻ ഹോക്കി ഫെഡറേഷന്റെ എത്രാമത് വാർഷികമാണ് 2025 ആചരിച്ചത്? ഇന്ത്യൻ ഹോക്കി ഫെഡറേഷൻ സ്ഥാപിതമായതിന്റെ എത്രാമത് വാർഷികമാണ് 2025 ആചരിച്ചത്? 100ാമത് വാർഷികമാണ്. 100ാമത് വാർഷികം. ഇന്ത്യൻ ഹോക്കി ഫെഡറേഷൻ സ്ഥാപിതമായതിന്റെ 100ാമത് വാർഷികമാണ് 2025 ആചരിച്ചത്. ക്രിഷനി നിക്കോവ് അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? ക്രിഷനി നിക്കോവ് അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ് എന്ന് നമ്മൾ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ചോദ്യപേപ്പറുകളിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓരോ അഗ്നിപർവ്വതത്തിന്റെ പേര് തന്നിട്ട് ഈ അഗ്നിപർവ്വതം എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന രീതിയിൽ. അത് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടാണ് സാധാരണ ചോദിക്കാറ്. അപ്പോൾ എന്താണ് എന്ന് വെച്ചാൽ റിക്ടർ സ്കെയിലിൽ ഏകദേശം 7 തീവ്രത രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഭൂചലനമാണ് റഷ്യയിൽ ഉണ്ടായിട്ടുള്ളത്. ഏകദേശം 500 വർഷത്തോളമായിട്ട് നിദ്രയിലായിരുന്നു ക്രിഷനി നിക്കോവ് എന്ന ഈ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചാണ് അവിടെ ആകെ പ്രശ്നമായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ക്രിഷനി നിക്കോവ് എന്ന അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? റഷ്യയാണ്. റഷ്യ. ക്രിഷനി നിക്കോവ് അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് റഷ്യയിലാണ്. റഷ്യയിലാണ്. ഓക്കെ. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിന്റെ ഡയറക്ടറായി ചുമതലയേറ്റത് ആരാണ്? ES പത്മകുമാറാണ്. ES പത്മകുമാർ. സതീഷ് ധവാൻ സ്പേസ് സെന്ററിന്റെ ഡയറക്ടറായി ചുമതലയേറ്റത് ES പത്മകുമാർ. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ നാടോടി ഗ്രാമം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയാണ്? സിക്കിമിലാണ് കേട്ടോ. സിക്കിമിലാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഡിജിറ്റൽ നാടോടി ഗ്രാമം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് സിക്കിമിലാണ്. സിക്കിം. കേന്ദ്രത്തിന്റെ ഒരു ജില്ല ഒരു ഉൽപ്പന്നം എന്ന പദ്ധതിയിൽ പ്രത്യേക വിമർശനം ലഭിച്ച കേരളത്തിലെ കാപ്പി ഇനമാണ് റോബസ്റ്റ കാപ്പി. റോബസ്റ്റ കാപ്പി. കേന്ദ്രത്തിന്റെ ഒരു ജില്ല ഒരു ഉൽപ്പന്നം എന്ന പദ്ധതിയിൽ പ്രത്യേക വിമർശനം ലഭിച്ച കേരളത്തിലെ കാപ്പി ഇനമാണ് ഇത് റോബസ്റ്റ കാപ്പി. റോബസ്റ്റ കാപ്പി. ഭാരത് ബയോടെക്കിന്റെ ഭക്ഷ്യ സംസ്കരണ കേന്ദ്രം കേരളത്തിൽ സ്ഥാപിതമാകുന്നത് എവിടെയാണ്? കൊച്ചിയിലാണ് കേട്ടോ. കൊച്ചിയിലാണ്. ഭാരത് ബയോടെക്കിന്റെ ഭക്ഷ്യ സംസ്കരണ കേന്ദ്രം കേരളത്തിൽ കൊച്ചിയിലാണ് സ്ഥാപിതമാകുന്നത്. ഓക്കെ. അപ്പൊ ഇതൊക്കെ പോയിന്റ്സ് ആണ്. നമുക്കിത് റിവൈസ് ചെയ്ത് തന്നെ പഠിക്കാം കേട്ടോ. അടുത്തത് നമുക്കിത് റിവൈസ് ചെയ്തിട്ട് അടുത്തതിലേക്ക് പോകാം. ഓക്കെ. പ്രതിരോധ ഉദ്യോഗസ്ഥർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും സമഗ്രമായ നിയമസഹായം നൽകുന്നതിനായി നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റി ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് എന്ത്? വീർ പരിവാർ സഹായത യോജന. വീർ പരിവാർ സഹായത യോജന. 2025 ബുക്ക് ബ്രഹ്മ സാഹിത്യ പുരസ്കാരം നേടിയത് KR മീരയാണ്. 2025 മാറ്റിഡോഗൻ പുരസ്കാരത്തിന് അർഹയായ ആദ്യ ഇന്ത്യക്കാരി 2025 മാറ്റിഡോഗൻ പുരസ്കാരത്തിന് അർഹയായ ആദ്യ ഇന്ത്യക്കാരി വരുന്നത് KG സന്ധ്യയാണ്. KG സന്ധ്യ.
അടുത്തിടെ ഇലോൺ മസ്ക് പ്രഖ്യാപിച്ച ശിശു സൗഹൃദ AI ബോട്ടാണ് ബേബി ഗ്രോക്ക് എന്നത്. ബേബി ഗ്രോക്ക്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം കടുവ സാന്ദ്രതയിൽ 3-ാം സ്ഥാനത്തുള്ള ടൈഗർ റിസർവാണ് കാസിരംഗ ടൈഗർ റിസർവ്. കാസിരംഗ ടൈഗർ റിസർവ്. ഇന്ത്യൻ ഹോക്കി ഫെഡറേഷൻ സ്ഥാപിതമായതിന്റെ എത്രാമത് വാർഷികമാണ് 2025 ആചരിച്ചത്? 100ാമത് വാർഷികമാണ്. അപ്പോൾ ഓരോ 100ാമത് വാർഷികങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. വാർഷികങ്ങളുടെ നമ്പർ കറക്റ്റ് റൗണ്ടായിട്ട് വരുന്നതൊക്കെ പ്രധാനപ്പെട്ടതാണ്. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നേക്കാം. അപ്പൊ അതുകൊണ്ട് നോട്ട് ചെയ്ത് വെക്കുക. ഇന്ത്യൻ ഹോക്കി ഫെഡറേഷൻ സ്ഥാപിതമായതിന്റെ 100ാമത് വാർഷികമാണ് 2025 നമ്മൾ ആചരിച്ചത്. ക്രഷനിനിക്കോവ് അഗ്നിപർവ്വതം എവിടെ സ്ഥിതി ചെയ്യുന്നു? റഷ്യയിലാണ്. ക്രഷനിനിക്കോവ് അഗ്നിപർവ്വതം റഷ്യയിലാണ്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിന്റെ ഡയറക്ടറായി ചുമതലയേറ്റത് ES പത്മകുമാറാണ്. ES പത്മകുമാർ. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ നാടോടി ഗ്രാമം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് സിക്കിമിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ നാടോടി ഗ്രാമം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് സിക്കിം. കേന്ദ്രത്തിന്റെ ഒരു ജില്ല ഒരു ഉൽപ്പന്നം എന്ന പദ്ധതിയിൽ പ്രത്യേക വിമർശനം ലഭിച്ച കേരളത്തിലെ കാപ്പി ഇനത്തിന്റെ പേര് റോബസ്റ്റ കാപ്പി. റോബസ്റ്റ കാപ്പി. ഭാരത് ബയോടെക്കിന്റെ ഭക്ഷ്യ സംസ്കരണ കേന്ദ്രം കേരളത്തിൽ സ്ഥാപിതമാകുന്നത് കൊച്ചിയിലാണ്. ഇനി നമ്മൾ PSC ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടാവും ചില പേരുകൾ തന്നിട്ട് ഇത് ഏതിനം ജീവിവർഗമാണ് എന്നത്. അപ്പോൾ അതുപോലെ ഈ അടുത്തിടെ കണ്ടെത്തിയ 2 ജീവിവർഗത്തിന്റെ പേരാണ് അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്നാമതായിട്ട് നോക്കിക്കേ. അടുത്തിടെ പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ ലിറിയോതെമിസ് അബ്രഹാമി എന്നത് ഏതിനം ജീവി വർഗമാണ്? ലിറിയോതെമിസ് അബ്രഹാമി എന്നത് തുമ്പി ഇനമാണ് കേട്ടോ. തുമ്പി ഇനമാണ് ലിറിയോതെമിസ് അബ്രഹാമി എന്നത്. അതുപോലെ സൊഗ്രോഫെക്ടസ് മത്തേവി എന്നതൊരു ചിത്രശലഭത്തിന്റെ ഇനമാണ്. സൊഗ്രോഫെക്ടസ് മത്തേവി എന്നത് ചിത്രശലഭത്തിന്റെ ഇനമാണ്. ചിത്രശലഭമാണ്. ലിറിയോതെമിസ് അബ്രഹാമി എന്നത് തുമ്പി ഇനവും സൊഗ്രോഫെക്ടസ് മത്തേവി എന്നത് ചിത്രശലഭവുമാണ്. ഓക്കെ, അപ്പൊ 2 പേരിനങ്ങളും ഒന്ന് അറിയാവുന്ന രീതിയിൽ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മാറിപ്പോവരുത് എന്ന രീതിയിൽ ഒന്ന് പഠിച്ചു വെച്ചാൽ കാണാതെ പഠിക്കണം എന്നൊന്നുമില്ല. നമുക്കൊന്ന് കുറച്ച് കാണുമ്പോൾ ഓക്കെ ഇത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നുള്ള രീതിയിലൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി കേട്ടോ. ഓക്കെ, അടുത്തത് ബഹിരാകാശ ഗവേഷണ മേഖലയിലെ മികച്ച സംഭാവനകൾ പരിഗണിച്ചുകൊണ്ട് കേരള ശാസ്ത്ര പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ഡോക്ടർ എസ് സോമനാഥാണ്. ഡോക്ടർ എസ് സോമനാഥാണ്. ISROയുടെ മുൻ ചെയർമാനായ ഡോക്ടർ എസ് സോമനാഥിനെ കേരള ശാസ്ത്ര പുരസ്കാരത്തിനായിട്ട് തിരഞ്ഞെടുത്തു. കേരള ശാസ്ത്ര പുരസ്കാരത്തിനായിട്ട് തിരഞ്ഞെടുത്തു. ഓക്കെ, അദ്ദേഹത്തിന്റെ ഗവേഷണങ്ങൾക്കുള്ള ബഹിരാകാശ ഗവേഷണ മേഖലയിലെ അദ്ദേഹത്തിന്റെ മികച്ച സംഭാവനകൾ പരിഗണിച്ചുകൊണ്ടാണ് ഈ ഒരു പുരസ്കാരം നൽകുന്നത്. 2 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്യുന്ന ശില്പവും അടങ്ങുന്നതാണ് ഈ ഒരു പുരസ്കാരം. അപ്പൊ ഡോക്ടർ എസ് സോമനാഥിനാണ് കേരള ശാസ്ത്ര പുരസ്കാരം ലഭിക്കുന്നത്. ബഹിരാകാശ ഗവേഷണ മേഖലയിലെ മികച്ച സംഭാവനകൾ പരിഗണിച്ചുകൊണ്ടുള്ള പുരസ്കാരമാണ് കേരള ശാസ്ത്ര പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. എസ് സോമനാഥനാണ്. ഓക്കെ, 2025 ഓഗസ്റ്റിൽ ഫ്ലോറിസ് ചുഴലിക്കാറ്റ് വംശനാശം വിതച്ച രാജ്യം ഏതാണ്? ഫ്ലോറിസ് ചുഴലിക്കാറ്റ് വംശനാശം വിതച്ചത് UK-യിലാണ്. UK-യുടെ വടക്കൻ മേഖലകളിൽ ജനജീവിതം സ്തംഭിപ്പിച്ചുകൊണ്ട് വൻ നാശം വിതച്ച കൊടുങ്കാറ്റാണ് ഫ്ലോറിസ് കൊടുങ്കാറ്റ്. ഓക്കെ, ഇപ്പൊ 2025 UK-യിൽ വീശിയ കൊടുങ്കാറ്റ് ഏതാണ്? ഫ്ലോറിസ് ചുഴലിക്കാറ്റാണ് കേട്ടോ. ഫ്ലോറിസ് ചുഴലിക്കാറ്റ്, ഫ്ലോറിസ് കൊടുങ്കാറ്റ് അല്ലെങ്കിൽ ചുഴലിക്കാറ്റ്. ഓക്കെ, കേരളത്തിൽ കാർബൺ ന്യൂട്രൽ പദവി ലഭിക്കുന്ന ഒരു വീടുണ്ട്. കാർബൺ ന്യൂട്രൽ പദവി ലഭിച്ച ഒരു വീടാണ് മേട എന്നത്. കേരളത്തിൽ കാർബൺ ന്യൂട്രൽ പദവി ലഭിക്കുന്ന ആദ്യ വീടാണ് മേട. മേട എന്നത് കേരളത്തിൽ കാർബൺ ന്യൂട്രൽ പദവി ലഭിക്കുന്ന ആദ്യ വീട് മേട. മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി അടുത്തിടെ ചുമതലയേറ്റത് OK വാസു ആണ്. OK വാസു. മലബാർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി അടുത്തിടെ ചുമതലയേറ്റത് OK വാസു. ഓക്കെ, അപ്പൊ ഇതൊന്ന് റിവൈസ് ചെയ്യാം. അടുത്തിടെ പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ 2 ജീവി ഇനമാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഏതൊക്കെയാണ്? ലിറിയോതെമിസ് അബ്രഹാമി തുമ്പി ഇനത്തിൽ പെടുന്നതാണ്. ലിറിയോതെമിസ് അബ്രഹാമി എന്നത് തുമ്പി ഇനമാണ്.
സൊഗ്രോഫെക്ടസ് മത്തേവി എന്നത് ചിത്രശലഭമാണ്. സൊഗ്രോഫെക്ടസ് മത്തേവി എന്നത് ചിത്രശലഭത്തിന്റെ ഇനത്തിൽപ്പെടുന്നതാണ്. ഓക്കെ. ബഹിരാകാശ ഗവേഷണ മേഖലയിലെ മികച്ച സംഭാവനകൾ പരിഗണിച്ചുകൊണ്ട് കേരള ശാസ്ത്ര പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ഡോക്ടർ എസ് സോമനാഥ് ആണ്. ഡോക്ടർ എസ് സോമനാഥ്, ISROയുടെ മുൻ ചെയർമാനായിട്ടുള്ള ഡോക്ടർ എസ് സോമനാഥ്. 2025 ഓഗസ്റ്റിൽ ഫ്ലോറിസ് ചുഴലിക്കാറ്റ് വംശനാശം വിതച്ച രാജ്യം ഏതാണ്? UK ആണ്. UK. ഫ്ലോറിസ് ചുഴലിക്കാറ്റ് UK-യിലാണ്. UK. കേരളത്തിൽ കാർബൺ ന്യൂട്രൽ പദവി ലഭിക്കുന്ന ആദ്യ വീട് ഏതാണ്? മേട എന്നതാണ്. മേട. മലബാർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി ഈ അടുത്തിടെ ചുമതലയേറ്റത് OK വാസു ആണ്. OK വാസു. അടുത്തത് 2025 ഓഗസ്റ്റിൽ അന്തരിച്ച പ്രമുഖ അർബുദ രോഗ ഗവേഷകൻ ആരാണ്? ഡോക്ടർ ആർ ശങ്കരനാരായണനാണ്. ഡോക്ടർ ആർ ശങ്കരനാരായണൻ. 2025 ഓഗസ്റ്റിലാണ് അദ്ദേഹം അന്തരിച്ചത്. അർബുദ രോഗ ഗവേഷകനാണ് ഡോക്ടർ ആർ ശങ്കരനാരായണൻ. ഡോക്ടർ ആർ ശങ്കരനാരായണൻ. നാടൻ കലാരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കായുള്ള സാംസ്കാരിക വകുപ്പിന്റെ PK കാളൻ പുരസ്കാരത്തിന് അർഹനായ തെയ്യം കലാകാരനാരാണ്? അതിയടം കുഞ്ഞിരാമ പെരുവണ്ണാൻ. അതിയടം കുഞ്ഞിരാമ പെരുവണ്ണാനാണ്. നാടൻ കലാരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കായിട്ടുള്ള പുരസ്കാരമാണ് PK കാളൻ പുരസ്കാരം. അതിന് ഈ വർഷം അർഹനായിട്ടുള്ള 2023 പുരസ്കാരമാണ് കേട്ടോ ഇപ്പൊ കൊടുത്തിട്ടുള്ളത്. 2023 PK കാളൻ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത് തെയ്യം കലാകാരനായിട്ടുള്ള അതിയടം കുഞ്ഞിരാമ പെരുവണ്ണാനാണ്. അതിയടം കുഞ്ഞിരാമ പെരുവണ്ണാൻ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കാം. തെയ്യം കലാകാരനാണ് അദ്ദേഹം. ഓക്കെ. അതിയടം കുഞ്ഞിരാമ ഈ ഒരു പുരസ്കാരം PK കാളൻ പുരസ്കാരം കേരള ഫോക്ലോർ അക്കാദമിയുടെ ചെയർമാനും ഗദ്ദിക കലാകാരനുമായിട്ടുള്ള PK കാളൻ, ഗദ്ദിക കലാകാരനാണ് PK കാളൻ. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് 1 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരമാണ് PK കാളൻ പുരസ്കാരം എന്ന് പറയുന്നത്. 2023 PK കാളൻ പുരസ്കാരമാണ് ഇപ്പൊ കൊടുത്തിട്ടുള്ളത്. അത് ലഭിച്ചിട്ടുള്ളത് ആർക്കാണ്? തെയ്യം കലാകാരനായിട്ടുള്ള അതിയടം കുഞ്ഞിരാമ പെരുവണ്ണാനാണ്. അതിയടം കുഞ്ഞിരാമ പെരുവണ്ണാൻ. ഇനി 2025 ഓഗസ്റ്റിൽ അന്തരിച്ച ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയും മുൻ കേന്ദ്രമന്ത്രിയുമായ വ്യക്തിയാണ് ഷിബു സോറൻ. ഷിബു സോറൻ 2025 ഓഗസ്റ്റിൽ അന്തരിച്ച ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയും മുൻ കേന്ദ്രമന്ത്രിയുമായ വ്യക്തി ആരാണ്? ഷിബു സോറനാണ്. ഷിബു സോറൻ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ കേബിൾ സ്റ്റേറ്റ് പാലം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ കേബിൾ സ്റ്റേറ്റ് പാലമാണ് സിഗണ്ടൂർ പാലം. സിഗണ്ടൂർ പാലം. സിഗണ്ടൂർ പാലം. ഇന്ത്യയിലെ ആദ്യത്തെ അക്വാടെക് പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ അക്വാടെക് പാർക്ക് നിലവിൽ വന്നത് അസമിലാണ്. അസമിലാണ്. അസമിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ അക്വാടെക് പാർക്ക് നിലവിൽ വന്നത്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ഹിന്ദി ഭാഷ മെഡിക്കൽ കോളേജ് നിലവിൽ വരുന്നത് എവിടെയാണ്? മധ്യപ്രദേശിലാണ് കേട്ടോ. മധ്യപ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ ഹിന്ദി ഭാഷ മെഡിക്കൽ കോളേജ് നിലവിൽ വരുന്നത് മധ്യപ്രദേശിലാണ്. നമുക്കിതൊന്ന് റിവൈസ് ചെയ്യാം. 2025 ഓഗസ്റ്റിൽ അന്തരിച്ച പ്രമുഖ അർബുദ രോഗ ഗവേഷകനാണ് ഡോക്ടർ ആർ ശങ്കരനാരായണൻ. നാടൻ കലാരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കായുള്ള സാംസ്കാരിക വകുപ്പിന്റെ PK കാളൻ പുരസ്കാരം 2023 PK കാളൻ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? തെയ്യം കലാകാരനായിട്ടുള്ള അതിയടം കുഞ്ഞിരാമ പെരുവണ്ണാനാണ്. അതിയടം കുഞ്ഞിരാമ പെരുവണ്ണാൻ. 2025 ഓഗസ്റ്റിൽ അന്തരിച്ച ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയും മുൻ കേന്ദ്രമന്ത്രിയുമായ വ്യക്തിയാണ് ഷിബു സോറൻ. ഷിബു സോറൻ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ കേബിൾ സ്റ്റേറ്റ് പാലമാണ് സിഗണ്ടൂർ പാലം. സിഗണ്ടൂർ പാലം. ഇന്ത്യയിലെ ആദ്യത്തെ അക്വാടെക് പാർക്ക് നിലവിൽ വന്നത് അസമിലാണ്. അസം. ഇന്ത്യയിലെ ആദ്യത്തെ ഹിന്ദി ഭാഷ മെഡിക്കൽ കോളേജ് നിലവിൽ വരുന്നത് മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശ്. അടുത്തത് കേരളത്തിലെ ആദ്യത്തെ അവോക്കാഡോ നഗരം. കേരളത്തിലെ ആദ്യത്തെ അവോക്കാഡോ നഗരം എന്നറിയപ്പെടുന്നത് അമ്പലവയലാണ് കേട്ടോ. അമ്പലവയൽ. കേരളത്തിലെ ആദ്യത്തെ അവോക്കാഡോ നഗരമാണ് അമ്പലവയൽ. 2025 ജൂലൈയിൽ അന്തരിച്ച
ഫൗജ സിംഗ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മാരത്തോൺ ആണ് കേട്ടോ. മാരത്തോൺ 2025 ഫൗജ സിംഗ് അന്തരിക്കുന്നത്. ഇദ്ദേഹം മാരത്തോൺ എന്ന കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഫൗജ സിംഗ് മാരത്തോൺ. 2025 ജൂലൈയിൽ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ മാനേജിംഗ് ഡയറക്ടറും സിഇഒയുമായി ചുമതലയേറ്റത് ആരാണ്? മാനേജിംഗ് ഡയറക്ടറും സിഇഒയുമായി ചുമതലയേറ്റത് ആർ ദൊരൈസ്വാമിയാണ്. ആർ ദൊരൈസ്വാമി 2025 ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ മാനേജിംഗ് ഡയറക്ടർ സിഇഒയുമായിട്ട് ചുമതലയേറ്റത് ആർ ദൊരൈസ്വാമിയാണ്. ആർ ദൊരൈസ്വാമിയാണ്. ആർ ദൊരൈസ്വാമി. ഓക്കെ. 2025 ജൂലൈയിൽ ഗോവ ഗവർണറായി നിയമിതനായത് നിലവിലെ ഗോവ ഗവർണർ ആരാണ്? പുസപതി അശോക് ഗജപതി രാജു അദ്ദേഹമാണ് 2025 ഗോവയിൽ ഗവർണറായിട്ട് നിയമിതനായ വ്യക്തി. 64ാമത് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവം 2026 നടക്കാൻ പോകുന്ന കലോത്സവമാണ്. 64ാമത് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി എവിടെയാണ്? തൃശ്ശൂരാണ്. വേദി എവിടെയാണ്? അതുപോലെ തന്നെ കലോത്സവത്തിന്റെ ജേതാവ് ആരാണ്? ഫസ്റ്റ് റണ്ണറപ്പ് ആരാണ്? ഇതൊക്കെ ചോദ്യമായിട്ട് വരാറുണ്ട്. അപ്പോൾ ഇതാ 2026 നടക്കാൻ പോകുന്ന 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി തൃശ്ശൂരാണ് എന്ന് തീരുമാനമായിട്ടുണ്ട്. ജനുവരിയിലാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോഴേ പഠിച്ചു വെക്കുന്നു. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി എവിടെയാണ്? തൃശ്ശൂരാണ്. ഓക്കെ, അതൊന്ന് റിവൈസ് ചെയ്യാം. കേരളത്തിലെ ആദ്യത്തെ അവോക്കാഡോ നഗരം എവിടെയാണ്? അമ്പലവയലാണ് കേട്ടോ. അമ്പലവയൽ. കേരളത്തിലെ ആദ്യത്തെ അവോക്കാഡോ നഗരമാണ് അമ്പലവയൽ. 2025 ജൂലൈയിൽ അന്തരിച്ച ഫൗജ സിംഗ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മാരത്തോൺ. 2025 ജൂലൈയിൽ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ മാനേജിംഗ് ഡയറക്ടറും സിഇഒയുമായി നിയമിതനായത് അല്ലെങ്കിൽ ചുമതലയേറ്റത് ആരാണ്? ആർ ദൊരൈസ്വാമിയാണ്. ആർ ദൊരൈസ്വാമി. 2025 ജൂലൈയിൽ ഗോവ ഗവർണറായി നിയമിതനായത് പുസപതി അശോക് ഗജപതി രാജു. 64ാമത് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവം 2026 വേദി തൃശ്ശൂരാണ്. തൃശ്ശൂർ. ഓക്കെ. അടുത്തത്, ഏറ്റവും കൂടുതൽ കാലം കേന്ദ്ര ആഭ്യന്തരമന്ത്രി പദവിയിൽ ഇരുന്ന് എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് അമിത്ഷായാണ് കേട്ടോ. അമിത്ഷാ ഏറ്റവും കൂടുതൽ കാലം കേന്ദ്ര ആഭ്യന്തരമന്ത്രി പദവി എന്ന റെക്കോർഡ് നേടിയത് അമിത്ഷായാണ്. അമിത്ഷാ. 2025 കേരള ഫിലിം പോളിസി കോൺഗ്രസിന്റെ വേദി എവിടെയാണ്? തിരുവനന്തപുരമാണ് കേട്ടോ. തിരുവനന്തപുരം. 2025 കേരള ഫിലിം പോളിസി കോൺഗ്രസിന്റെ വേദി തിരുവനന്തപുരം. ഇനി ഓഗസ്റ്റ് 7 ദേശീയ ജാവലിൻ ദിനമാണ് കേട്ടോ. ദേശീയ ജാവലിൻ ദിനമാണ് ഓഗസ്റ്റ് 7. ദേശീയ ജാവലിൻ ദിനം ഓഗസ്റ്റ് 7. 2027 കോമൺവെൽത്ത് യൂത്ത് ഗെയിംസിന്റെ വേദി എവിടെയാണ്? കോമൺവെൽത്ത് യൂത്ത് ഗെയിംസിന്റെ 2027 വേദി മാൾട്ടയാണ് കേട്ടോ. 2027 കോമൺവെൽത്ത് യൂത്ത് ഗെയിംസിന്റെ വേദിയാണ് മാൾട്ട. അടുത്തിടെ വംശനാശ ഭീഷണി നേരിടുന്ന ഏഷ്യൻ ഭീമൻ ആമയെ എത്തിച്ച കമ്മ്യൂണിറ്റി റിസർവ് ഏതാണ്? കമ്മ്യൂണിറ്റി റിസർവിന്റെ പേര് സെലിയാങ് കമ്മ്യൂണിറ്റി റിസർവ് എന്നതാണ്. ഈ അടുത്തിടെ വംശനാശ ഭീഷണി നേരിടുന്ന ഏഷ്യൻ ഭീമൻ ആമയെ എത്തിച്ചത് സെലിയാങ് കമ്മ്യൂണിറ്റി റിസർവിലാണ്. ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇത് നാഗാലാൻഡിലാണ് കേട്ടോ. നാഗാലാൻഡിലുള്ള ഒരു കമ്മ്യൂണിറ്റി റിസർവ് ആണ് ഈ ഒരു സെലിയാങ് കമ്മ്യൂണിറ്റി റിസർവ് എന്നത്. ഈ സെലിയാങ് കമ്മ്യൂണിറ്റി റിസർവിലേക്കാണ് ഏഷ്യൻ ഭീമനാമയെ എത്തിച്ചിട്ടുള്ളത്. അപ്പൊ നാഗാലാൻഡിലാണ് ഇത് എന്നത് അറിഞ്ഞിരിക്കുക. സെലിയാങ് കമ്മ്യൂണിറ്റി റിസർവ് നാഗാലാൻഡിലാണ്. ഓക്കെ. അടുത്തത് ഓഗസ്റ്റ് 7 നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? ജാവലിൻ ദിനമാണ് നമ്മൾ പറഞ്ഞു. അതുപോലെ ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനം എന്ന് ചോദിച്ചാലും ഉത്തരം എന്താണ്? ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനം ഓഗസ്റ്റ് 7. റിവൈസ് ചെയ്യാം. ഏറ്റവും കൂടുതൽ കാലം കേന്ദ്ര ആഭ്യന്തര മന്ത്രി പദവി ഇരുന്നു എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ്? അമിത്ഷായാണ്. അമിത്ഷാ. 2025 കേരള ഫിലിം പോളിസി കോൺഗ്രസിന്റെ വേദിയായത്
തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം 2025 കേരള ഫിലിം പോളിസി കോൺഗ്രസിന്റെ വേദിയാണ് തിരുവനന്തപുരം. ഓഗസ്റ്റ് 7 ദേശീയ ജാവലിൻ ദിനം, അതുപോലെ തന്നെ ദേശീയ കൈത്തറി ദിനമാണ്. ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനവും ദേശീയ ജാവലിൻ ദിനവും ഓഗസ്റ്റ് 7 2027 കോമൺവെൽത്ത് യൂത്ത് ഗെയിംസിന്റെ വേദിയാണ് മാൾട്ട. 2027 കോമൺവെൽത്ത് യൂത്ത് ഗെയിംസിന്റെ വേദി ഏതാണ്? മാൾട്ടയാണ്. മാൾട്ട. അടുത്തിടെ വംശനാശ ഭീഷണി നേരിടുന്ന ഏഷ്യൻ ഭീമനാമയെ എത്തിച്ച കമ്മ്യൂണിറ്റി റിസർവാണ് സെലിയാങ് കമ്മ്യൂണിറ്റി റിസർവ്. കമ്മ്യൂണിറ്റി റിസർവ് എന്താണ്? സെലിയാങ് കമ്മ്യൂണിറ്റി റിസർവ് എവിടെയാണ്? നാഗാലാൻഡിലാണ്. നാഗാലാൻഡ്. അപ്പൊ അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ AI അധിഷ്ഠിത അംഗനവാടി നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ AI അധിഷ്ഠിത അംഗൻവാടി നിലവിൽ വന്നത് മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്ര. ഇന്ത്യയിലെ ആദ്യത്തെ AI അധിഷ്ഠിത അങ്കണവാടിയാണ് കേട്ടോ. അങ്കണവാടി നിലവിൽ വന്നത് മഹാരാഷ്ട്രയിലാണ്. അങ്കണവാടിയാണ്. ഇത് ശരിയായിട്ട് എഴുതാൻ മലയാളത്തിൽ ചോദിക്കാറുണ്ട്. അങ്കണവാടിയാണ്, അംഗൻവാടി അല്ല. അങ്കണവാടി നിലവിൽ വന്നത് മഹാരാഷ്ട്രയിലാണ്. ഓക്കെ. ഇന്റർനാഷണൽ ഇയർ ഓഫ് ആസ്ട്രോയിഡ്സ് അവയർനെസ് ആൻഡ് പ്ലാനറ്ററി ഡിഫൻസ് ആയി ആചരിക്കാൻ തീരുമാനിച്ച വർഷം നമുക്കറിയാം. ഐക്യരാഷ്ട്ര സംഘം 2029 ഇന്റർനാഷണൽ ഇയർ ഓഫ് ആസ്ട്രോയിഡ് അവയർനെസ് ആൻഡ് പ്ലാനറ്ററി ഡിഫൻസ് ആയി ആചരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. 2029 ഇന്റർനാഷണൽ ഇയർ ഓഫ് ആസ്ട്രോയിഡ് അവയർനെസ് ആൻഡ് പ്ലാനറ്ററി ഡിഫൻസ്. ഇന്റർനാഷണൽ ഇയർ ഓഫ് ആസ്ട്രോയിഡ് അവയർനെസ് ആൻഡ് പ്ലാനറ്ററി ഡിഫൻസ് ആയി ആചരിക്കാൻ തീരുമാനിച്ച വർഷം ഏതാണ്? 2029. 2029. ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ AIU ആണ് ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ IAU ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ IAUവിന്റെ ഉൽക്ക പഠന നേതൃസമിതിയിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? അശ്വിൻ ശേഖർ ആണ് കേട്ടോ. അശ്വിൻ ശേഖർ ആണ് ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയന്റെ IAUവിന്റെ ഉൽക്ക പഠന നേതൃസമിതിയിൽ അംഗമായിട്ടുള്ള ആദ്യ ഇന്ത്യക്കാരൻ അശ്വിൻ ശേഖർ ആണ്. അശ്വിൻ ശേഖർ. 2025 ഓഗസ്റ്റിൽ ഒരു മിന്നൽ പ്രളയം ഉണ്ടായിട്ടുണ്ട് ഉത്തരാഖണ്ഡിൽ. ആ ഗ്രാമം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ധരാലി എന്നതാണ് കേട്ടോ. ധരാലി നമ്മളിപ്പോൾ പത്രങ്ങളിൽ കാണുന്നുണ്ട്. 2025 ഓഗസ്റ്റിൽ മിന്നൽ പ്രളയമുണ്ടായ ഉത്തരാഖണ്ഡിലെ ഗ്രാമമാണ് ധരാലി. ഓക്കെ. സ്വന്തമായി ഗ്രീൻ ഹൈഡ്രജൻ സ്റ്റേഷനുള്ള ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം ഏതാണ്? സ്വന്തമായി ഗ്രീൻ ഹൈഡ്രജൻ സ്റ്റേഷനുള്ള ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് അല്ലെങ്കിൽ സിയാൽ എന്നത്. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടാണ് സിയാൽ എന്നത്. സ്വന്തമായി ഗ്രീൻ ഹൈഡ്രജൻ സ്റ്റേഷനുള്ള ലോകത്തിലെ തന്നെ ആദ്യത്തെ വിമാനത്താവളമാണ് നമ്മുടെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട്. അപ്പൊ ഇതൊന്ന് റിവൈസ് ചെയ്യാം. ഇന്ത്യയിലെ ആദ്യത്തെ AI അധിഷ്ഠിത അംഗനവാടി നിലവിൽ വന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ഇന്റർനാഷണൽ ഇയർ ഓഫ് ആസ്ട്രോയിഡ് അവയർനെസ് ആൻഡ് പ്ലാനറ്ററി ഡിഫൻസ് ആയി ആചരിക്കാൻ തീരുമാനിച്ച വർഷം. ഇന്റർനാഷണൽ ഇയർ ഓഫ് ആസ്ട്രോയിഡ് അവയർനെസ് ആൻഡ് പ്ലാനറ്ററി ഡിഫൻസ് ആയിട്ട് ആചരിക്കാൻ തീരുമാനിച്ച വർഷമാണ് 2029. ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ IAU ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയന്റെ ഉൽക്ക പഠന നേതൃസമിതിയിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരനാണ് അശ്വിൻ ശേഖർ. 2025 ഓഗസ്റ്റിൽ മിന്നൽ പ്രളയമുണ്ടായ ഉത്തരാഖണ്ഡിലെ ഗ്രാമമാണ് ധരാലി. സ്വന്തമായി ഗ്രീൻ ഹൈഡ്രജൻ സ്റ്റേഷനുള്ള ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് അല്ലെങ്കിൽ സിയാൽ എന്നത്. ഓക്കെ. അടുത്തത് ഒരു പദ്ധതിയാണ്. സംസ്ഥാന സർക്കാർ എയ്ഡഡ് കോളേജുകളിൽ സംസ്ഥാന സർക്കാരിന്റെ അല്ലെങ്കിൽ എയ്ഡഡ് കോളേജുകളിൽ പഠിക്കുന്ന ബിരുദ വിദ്യാർത്ഥികളെ രാജ്യത്തിനകത്തും പുറത്തുമുള്ള മികച്ച ക്യാമ്പസുകളിൽ ഉപരിപഠനത്തിന് പ്രാപ്തരാക്കുന്നതിനായിട്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ധനുസ് എന്ന പദ്ധതി. സംസ്ഥാന സർക്കാരിന്റെ അല്ലെങ്കിൽ എയ്ഡഡ് കോളേജുകളിൽ പഠിക്കുന്ന ബിരുദ വിദ്യാർത്ഥികളെ രാജ്യത്തിനകത്തും പുറത്തുമുള്ള മികച്ച ക്യാമ്പസുകളിൽ ഉപരിപഠനത്തിന് പ്രാപ്തരാക്കുന്ന കേരള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ് ധനുസ്. അടുത്തത്, വൈദ്യുത വാഹനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനും
വായുവിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനുമായിട്ട് നീതി ആയോഗ് 2 സംരംഭങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അവയുടെ പേരാണ് ഒന്ന് ശൂന്യ, 2 ഇ അമൃത് എന്നത്. വൈദ്യുത വാഹനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ടും വായുവിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനായിട്ടും നീതി ആയോഗ് ആരംഭിച്ച സംരംഭത്തിന്റെ പേരാണ് ശൂന്യ, ഇ അമൃത് എന്നിവ. അടുത്തത് പ്രഥമ നാട്യവേദ പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? പത്മാ സുബ്രഹ്മണ്യമാണ്. പത്മാ സുബ്രഹ്മണ്യം പ്രഥമ നാട്യവേദ പുരസ്കാരം നേടിയത് ആരാണ്? പത്മാ സുബ്രഹ്മണ്യമാണ്. പത്മാ സുബ്രഹ്മണ്യം. ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി, ഡിപ്ലോമ തലത്തിലുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ അല്ലെങ്കിൽ വിദൂര വിദ്യാഭ്യാസം എന്നിവ നടപ്പിലാക്കുന്നതിനായിട്ടുള്ള പദ്ധതിയാണ് സഫലം പദ്ധതി. അടുത്തതും നമുക്കൊരു പദ്ധതിയാണ് പഠിക്കാനുള്ളത്. നമ്മൾ നേരത്തെ ഏതാണ് പഠിച്ചത്? ധനുസ് പദ്ധതി പഠിച്ചു. അതിനുശേഷം സഫലം പദ്ധതി വന്നിട്ടുണ്ട്. എന്താണ് സഫലം പദ്ധതി? ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്കായിട്ടുള്ള പദ്ധതിയാണ്. ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി, ഡിപ്ലോമ തലത്തിലുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ അല്ലെങ്കിൽ വിദൂര വിദ്യാഭ്യാസം എന്നിവ നടപ്പിലാക്കുന്നതിനുള്ള പദ്ധതിയാണ് സഫലം പദ്ധതി. സഫലം പദ്ധതി. ഇനി നൂറുൽ ഇസ്ലാം സർവകലാശാലയും നിംസ് മെഡിസിറ്റിയും ചേർന്ന് ഏർപ്പെടുത്തിയ APJ പുരസ്കാരം, APJ അവാർഡ് നേടിയത് ആരാണ്? ISROയുടെ ചെയർമാനായിട്ടുള്ള ഡോക്ടർ വി നാരായണനാണ്. ഡോക്ടർ വി നാരായണനാണ് APJ പുരസ്കാരം നേടിയത്. പുരസ്കാരം നൽകിയത് കേരള ഗവർണർ ആയിട്ടുള്ള രാജേന്ദ്ര ആർലേക്കറാണ്. 1,00,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഓക്കെ. നൂറുൽ ഇസ്ലാം സർവകലാശാലയും നിംസ് മെഡിസിറ്റിയും ചേർന്ന് നടപ്പിലാക്കിയ APJ പുരസ്കാരം ലഭിച്ചത് ISROയുടെ നിലവിലെ ചെയർമാൻ ഡോക്ടർ വി നാരായണനാണ്. അപ്പൊ ഇത്രയും കറണ്ട് അഫയേഴ്സ് ആണ് നമുക്കുള്ളത്. ഇതൊന്ന് റിവൈസ് ചെയ്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. സംസ്ഥാന സർക്കാരിന്റെ അല്ലെങ്കിൽ എയ്ഡഡ് കോളേജുകളിൽ പഠിക്കുന്ന ബിരുദ വിദ്യാർത്ഥികളെ രാജ്യത്തിനകത്തും പുറത്തുമായിട്ടുള്ള മികച്ച ക്യാമ്പസുകളിൽ ഉപരിപഠനത്തിന് പ്രാപ്തരാക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ് ധനുസ് പദ്ധതി. വൈദ്യുത വാഹനങ്ങളുടെ ഉപയോഗവും പ്രോത്സാഹിപ്പിക്കുന്നതിനും വായുവിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനുമായിട്ട് നീതി ആയോഗ് ആരംഭിച്ച 2 സംരംഭങ്ങളാണ് ശൂന്യ, ഇ അമൃത് എന്നിവ. പ്രഥമ നാട്യവേദ പുരസ്കാരത്തിന് അർഹയായത് പത്മാ സുബ്രഹ്മണ്യമാണ്. പ്രഥമ നാട്യവേദ പുരസ്കാരത്തിന് അർഹയായത് പത്മാ സുബ്രഹ്മണ്യം. ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി, ഡിപ്ലോമ തലത്തിലുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ അല്ലെങ്കിൽ വിദൂര വിദ്യാഭ്യാസം നടപ്പിലാക്കുന്നതിനായിട്ടുള്ള പദ്ധതിയാണ് സഫലം പദ്ധതി. സഫലം പദ്ധതി. നൂറുൽ ഇസ്ലാം സർവകലാശാലയും നിംസ് മെഡിസിറ്റിയും ചേർന്ന് ഏർപ്പെടുത്തിയ APJ പുരസ്കാരം നേടിയിട്ടുള്ളത് ISROയുടെ നിലവിലെ ചെയർമാൻ ഡോക്ടർ വി നാരായണനാണ്. ഓക്കെ. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ ലാസ്റ്റ് ഒരു 10-11 ദിവസങ്ങളിലായിട്ട് നടന്നിട്ടുള്ളത്. അപ്പൊ ലാസ്റ്റ് 11 ദിവസം കറക്റ്റ് അങ്ങനെയല്ല, ഒരു ഏകദേശം ലാസ്റ്റ് ഒരു 2 ആഴ്ചയോളം വരുന്ന കറണ്ട് അഫയേഴ്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്തിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ടത് മാത്രമേ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ ഇനിയുള്ള ആഴ്ചകളിൽ നമ്മൾ കറക്റ്റ് ഓരോ ആഴ്ചകളിലെയും കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തി ക്ലാസ്സുകൾ ചെയ്ത് കൃത്യമായി പഠിച്ച അപ്ഡേറ്റ്സോടുകൂടി മുന്നോട്ട് പോകാം എന്നാണ് കരുതുന്നത്. അപ്പൊ എല്ലാവർക്കും ക്ലാസ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. റിവൈസ് ചെയ്ത് തന്നെ പഠിക്കുക. ഇങ്ങനെ കുറച്ച് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് കുറയ്ക്കാനായിട്ട് എന്തായാലും സാധിക്കും. ഓക്കെ. അപ്പൊ കൃത്യമായിട്ട് മുഴുവനായും കണ്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് റിവൈസ് ചെയ്ത് തന്നെ കറണ്ട് അഫയേഴ്സ് പഠിക്കുക. ഇനി ഒരിക്കലും കറണ്ട് അഫയേഴ്സ് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് വരാനായിട്ട് പാടില്ല. എങ്ങനെയാണെങ്കിലും ഫുൾ മാർക്കൊന്നും നമുക്ക് നേടാൻ പറ്റില്ല, പക്ഷെ മാക്സിമം മാർക്ക് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയേ പറ്റുള്ളൂ. ഓക്കെ. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.